ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി അർച്ചനയോട് പറയുകയാണ്, താൻ തൻ്റെ ഫോണെടുത്ത് ആ സന്ധ്യ ഡോക്ടറിനെ ഒന്ന് വിളിച്ചേ. എന്താ സച്ചിയുടെ കാര്യമെന്ന് അർച്ചന ചോദിക്കുമ്പോൾ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ തരാൻ സച്ചി പറയുന്നു. അങ്ങനെ അർച്ചന സന്ധ്യയെ വിളിച്ചു കൊടുക്കുമ്പോൾ സച്ചി പറയുകയാണ്, ഡോക്ടർ ഞാനും അർച്ചനയും കൂടി നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരാം. ഞങ്ങൾക്ക് ഒരു ടെസ്റ്റ് അത്യാവശ്യമാണ്. ഇതിപ്പോൾ അർച്ചന പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ അർച്ചനയ്ക്ക് പറയാനൊരു മടി, അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണം. അർച്ചനയ്ക്കാണ് കൂടുതൽ ആഗ്രഹം. അതുകൊണ്ട് ഡോക്ടർ ഒഴിഞ്ഞു മാറാനൊന്നും നിൽക്കരുതെന്ന് സച്ചി പറയുമ്പോൾ നാളെ വരാൻ പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് ഡോക്ടർ സന്ധ്യ. തുടർന്ന് സച്ചി അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ അർച്ചന സച്ചിയെ പിടിച്ചു നിർത്തുകയാണ്. അല്ല, സാറെന്ന് അവിടെ നിന്നേ. ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചതെന്ന് എന്തിനാ ഡോക്ടറിനോട് കള്ളം പറഞ്ഞത്? എടോ, നമുക്കിപ്പോൾ ഒരു കുഞ്ഞല്ലേ വേണ്ടത്. കുഞ്ഞിനെ പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ എന്താ ഒരു കള്ളം പറഞ്ഞാൽ? താനെ കുറച്ചുകൂടി റൊമാൻറ്റിക് ആകണമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. സച്ചിയുടെയും അർച്ചനയുടെയും കാര്യത്തിൽ തീരുമാനമാക്കിയതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് അവന്തിക. അതേസമയം നന്ദൻ അങ്ങോട്ടേക്ക് വരും. അവന്തികയുടെ മുഖം മാറുന്നു. തുടർന്ന് അവന്തിക പറയുകയാണ്, നിങ്ങൾ എന്നെ താലി കെട്ടിക്കൊണ്ടുവന്ന് ഇവിടേക്ക് വന്നതിന് ശേഷം ഞാൻ ചിരിച്ചു കണ്ടിട്ടുണ്ടെങ്കിലേ അത് ഇവിടെ ആർക്കെങ്കിലും ദ്രോഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തോ വരുമ്പോൾ മാത്രമാ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് കേൾക്കുന്ന നന്ദൻ ഞെട്ടലോട് ചോദിക്കുകയാണ്, അപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം നീ ഇവിടെ ആരെയോ ദ്രോഹിച്ചിട്ടുണ്ടെന്നല്ലേ? ഇത് കേൾക്കുന്ന അവന്തിക ചിരിച്ചുകൊണ്ട് നന്ദനോട് പറയുകയാണ്, ഇതേ അഡ്വാൻസ് ആയിട്ടുള്ള സന്തോഷമാ. നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള സന്തോഷം. ഞാനുള്ളപ്പോൾ ഇവിടെ എന്ത് നടക്കാനാ? ഒന്നും നടക്കാൻ പോകുന്നില്ല അവന്തികെ. നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എൻ്റെ ജീവിതാഭിലാഷം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് ഒരു ചിത. നെല്ലിശ്ശേരിയിലെ അവശേഷിക്കുന്ന കണ്ണിയായിട്ടുള്ള ഞാൻ എല്ലാവർക്കും തീ കൊളുത്തുകയും ചെയ്യും. ഇത് കേൾക്കുന്ന നന്ദൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതാ ഞാൻ പറഞ്ഞത് നിന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന്. ഞാനൊരു പക്ഷേ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നടന്നേനെ. മനസ്സിൽ ഇത്രയും പ്രതികാരം ബാക്കി വെച്ചിട്ടായിരിക്കും നിന്റെ മരണം. അതിന് കാരണക്കാരനാകുന്നതോ ഞാനും. ഇത് കേൾക്കുന്ന അവന്തിക ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കറിയാം നിന്റെ ഉദ്ദേശം അതാണെന്ന്. നിനക്കെപ്പോൾ വേണമെങ്കിലും എന്നെ കൊല്ലുകയും ചെയ്യാം. പക്ഷേ നീ എന്നെ കൊല്ലുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പെങ്കിലും ഇവിടെയുള്ള എല്ലാത്തിനെയും വെട്ടി വീഴ്ത്തിയിരിക്കും ഈ അവന്തിക. എനിക്കറിയാം ഞാനിത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ നീ എന്നെ തല്ലുമെന്ന്. നിനക്ക് അതല്ലേ അറിയാവൂ. നിന്റെ വീട്ടിൽ നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ വെല്ലുവിളിക്കുന്ന എന്നെയാണോ നീ തല്ലി തോൽപ്പിക്കാൻ പോകുന്നത്? നീ എന്നെ എന്തൊക്കെ ചെയ്താലും എല്ലാത്തിനും ഒടുവിൽ ഒരിറ്റു ജീവനെങ്കിലും എനിക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാത്തിനെയും കൊന്നു തള്ളിയിരിക്കും ഈ അവന്തിക. നിന്റെ തന്ത മുതൽ നീ വരെ ഈ വീട്ടിൽ ജീവനറ്റ് കിടക്കുന്നത് എനിക്ക് കാണണമെന്ന് അവന്തിക പറയുമ്പോൾ ദേഷ്യത്തോടെ അവന്തികയുടെ കഴുത്തിന് പിടിക്കുകയാണ് നന്ദൻ. തുടർന്ന് ശ്വാസം കിട്ടാതെ ആകുമ്പോൾ നന്ദനെ തള്ളി മാറ്റുകയാണ് അവന്തിക. ആ തള്ളിമാറ്റലിൽ കട്ടിലിൽ ചെന്ന് തലയിടിച്ച് അവന്തിക താഴേക്ക് വീഴുന്നു. ഇനി ഒരിക്കൽ കൂടി എൻ്റെ അച്ഛനെയോ സഹോദരങ്ങളെ കുറിച്ച് നീ പറഞ്ഞാലേ നിന്റെ നശിച്ച നാവ് ഞാനിങ്ങ് പിടിതെടുക്കുമെന്ന് നന്ദൻ പറയുന്നു. അതേസമയം എന്താ ശബ്ദം കേട്ടതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് സേതു വരികയാണ്. സേതുവിനെ കാണുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദൻ. എന്താ, എന്തു പറ്റിയെന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അവന്തികയുടെ നെറ്റി എന്താ മുറിഞ്ഞിരിക്കുന്നതെന്ന് സേതു ചോദിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, അത് പിന്നെ അവൾ നോക്കാതെ നടന്നതാ. താഴെ വീണു അവിടെ തലയിടിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുള്ളതാ സൂക്ഷിച്ച് നടക്കണമെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ അവന്തികയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. വീട്ടിൽ പോകണോ എന്ന് സേതു ചോദിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, അതൊന്നും വേണ്ട, മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തോളാം. സേതു പോകുമ്പോൾ നന്ദൻ പറയുകയാണ്, ഇനിയും ഇങ്ങനെ തന്നെയാണെങ്കിലേ നിനക്ക് മരുന്ന് വാങ്ങാനേ സമയം കാണൂ. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആതിരയ്ക്ക് കൊണ്ടുവന്ന് ജ്യൂസ് കൊടുക്കുന്ന മീരയെയാണ്. അതേസമയം അനഘ അങ്ങോട്ടേക്ക് വരികയാണ്. ദേ വന്നല്ലോ. എന്താ ഇവൾക്ക് എന്ത് സ്പെഷ്യൽ ജ്യൂസാ ഉണ്ടാക്കി കൊടുക്കുന്നത്? അത് എനിക്കും വേണമെന്ന് പറയുമ്പോൾ മീര പറയുകയാണ്, എന്നാ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ എടുത്ത് കുടിച്ചോ. പൂവൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് അനഘ ചോദിക്കുമ്പോൾ ധാരാളം ചേർത്തിട്ടുണ്ടെന്നും ഇത്തവണ ഉണ്ടാക്കിയപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മീര പറയുന്നു. ഇത് കേൾക്കുന്ന അനഘ അതെടുത്ത് കുടിക്കുകയും പെട്ടെന്ന് തന്നെ തുപ്പിക്കളയുകയും ചെയ്യുന്നു. ഇതെന്താ പാവയ്ക്ക ജ്യൂസോ എന്ന് അനഘ ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, അതെ, പാവയ്ക്ക ജ്യൂസ് തന്നെ. ഒപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഡോക്ടറാ പറഞ്ഞത് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമലായി തന്നെ നിൽക്കാൻ വേണ്ടി ഇത് കൊടുക്കണമെന്ന്. കേൾക്കുന്ന അനഘ ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങൾ ചെന്ന് എനിക്കൊരു ജ്യൂസ് എടുത്തോണ്ട് വന്നേ. അനഘെ, നിന്റെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയേ ഏട്ടത്തി ഇവിടുത്തെ ജോലിക്കാരിയല്ലെന്ന് ആതിര പറയുമ്പോൾ അനഘ പറയുകയാണ്, അതെ, നീ ഇവരുടെ ഭർത്താവിൻ്റെ അനിയത്തിയായിരിക്കും. പക്ഷേ അതിലും ഇവർ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതേ ഞങ്ങളോടാണ്.
പണത്തിന്റെ മേൽ പരുന്തും പറക്കുമെന്ന് കേട്ടിട്ടില്ലേ? ആദ്യം പണം തന്നു തീർക്ക്, എന്നിട്ട് ഞാനിവര് വേലക്കാരിയാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാം. കേൾക്കുന്ന മീര പറയുകയാണ്, നിനക്കൊരു ജ്യൂസ് അല്ലേ വേണ്ടത്, ഞാൻ ഉണ്ടാക്കിത്തരാം. നീ അതിന് 9 ലക്ഷത്തിന്റെ കണക്കൊന്നും പറയണ്ട. ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, വൃന്ദാവനം വീട്ടിലുള്ള ആർക്കെങ്കിലും ഉളുപ്പും നാണവുമൊക്കെ ഉണ്ടല്ലോ. കേൾക്കുന്ന മീര ദേഷ്യത്തോടെ പറയുകയാണ്, ഭാ നിർത്തടി, നീ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. പറഞ്ഞ് എന്തും പറയാമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഞങ്ങൾക്ക് തരാനുള്ള 9 ലക്ഷം ഇവിടെ വെക്ക്, എന്നിട്ട് മതി ഭരിപ്പിക്കലൊക്കെ എന്ന് അനഘ പറയുമ്പോൾ മീര പറയുകയാണ്, ഏത് 9 ലക്ഷം? നിനക്കും ചേച്ചിക്കും ഒരു പണവും ഞങ്ങൾ തരാനില്ല. കേൾക്കുന്ന ആതിര്യം പറയുകയാണ്, ഇനി ആ 9 ലക്ഷത്തിന്റെ പേരും പറഞ്ഞ് നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. നിന്റെ ചേച്ചിയല്ല സച്ചിയേട്ടനാണ് ആ പണം തന്നതെന്നേ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ അന്ന് വിലക്കിയതുകൊണ്ടാ, ഇല്ലെങ്കിൽ രണ്ടിനെയും ചവിട്ടിക്കൂട്ടി ഞാൻ മൂലക്കിട്ടേനെ. ഈ തുപ്പി വെച്ചതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നിന്റെ ജ്യൂസ് എന്താണെങ്കിലും നായ നക്കിയ സ്ഥിതിക്ക് ഞാൻ നിനക്ക് വേറെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആതിരയും കൊണ്ട് മീര അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയുമാണ്. അവര് വൃന്ദാവനത്തിൽ എത്തിയിരിക്കുകയാണ്. എന്താ മോളെ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്ന് കമല ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അതമ്മേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാ. അപ്പോൾ അർച്ചനയാ പറഞ്ഞത് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന്. ഇത് പറ്റിയെന്ന് മാഷും കമലയും ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, എന്നെ കെട്ടിച്ചു വിട്ടിട്ട് ഇത്രയും നാളായിട്ടും നിങ്ങളൊരു മുത്തശ്ശനോ മുത്തശ്ശിയോ ആയില്ലല്ലോ. അതിൻ്റെ ടെസ്റ്റ് നടത്താനാ ഞങ്ങൾ പോകുന്നത്. ഇത് കേൾക്കുന്ന മാഷും കമലയും ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് അവരോട് യാത്ര പറഞ്ഞ് അർച്ചനയും സച്ചിയും അവിടെ നിന്നിറങ്ങുന്നു. ടെൻഷനോടെ നിൽക്കുന്ന കമലയും മാഷിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.